എല്ലാവർക്കും നമസ്കാരം. നാളെ LGS രണ്ടാം ഘട്ട എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന LGS എക്സാമുകളിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയ ആനുകാലിക ചോദ്യങ്ങളാണ്. എക്സാമിന് മുന്നേ നിങ്ങൾ തീർച്ചയായും ഈ ചോദ്യങ്ങൾ നോക്കി പോകണം. നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ആദിത്യ L1. കില്ലിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സല. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? സത്യനാരായണ ബലേരി. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഓപ്പൺഹൈമർ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ചൈന. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം? കോഴിക്കോട്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവറിൻ്റെ പേര്? പ്രഗ്യാൻ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? മായ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ശലഭം. 1921 മലബാർ കലാപത്തെ ആസ്പദമാക്കി P. വത്സല രചിച്ച കൃതി? വിലാപം. ലതാ മങ്കേഷ്കറുടെ യഥാർത്ഥ നാമം? ഹേമ മങ്കേഷ്കർ. ജവഹർലാൽ നെഹ്റുവിന് മാലയിട്ട് സ്വീകരിച്ചതിനെ തുടർന്ന് ഊരിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാന്താൾ ഗോത്ര വനിത? ബുധിനി മെജാൻ. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ ബഹിരാകാശ സാറ്റലൈറ്റാണ് അൾട്രാസാറ്റ്? ഇസ്രായേൽ. CISFൻ്റെ ആദ്യ വനിതാ മേധാവി? നീന സിംഗ്. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യം? റൊമാനിയ. ലോകത്തിലെ ആദ്യ മീഥേൻ ഇന്ധനമുള്ള ബഹിരാകാശ റോക്കറ്റ് ഷൂപ്പ് 2 വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ലോകത്ത് പ്രതിമ സ്ഥാപിക്കപ്പെടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് ബലിൻഡ ക്ലർക്ക്. ലോകത്തെ ആദ്യത്തെ CNG ബൈക്ക് അവതരിപ്പിക്കുന്ന കമ്പനിയാണ് ബജാജ്. സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യഭാഷയിൽ വാദങ്ങൾ നടത്തി ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ബധിര അഭിഭാഷകയാണ് സാറ സണ്ണി.
ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലിൻ്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ പ്രേരണ ദിയോസ്തലിയാണ്. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ നൈമ ഖാത്തൂൻ. രാജ്യത്തെ ആദ്യ സോളാർ ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര. ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലൻ്റ് അക്കാദമി നിലവിൽ വരുന്നത് ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി. ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളിയാണ് മിന്നു മണി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം പള്ളിപ്പുറത്താണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം പള്ളിപ്പുറത്താണ്. ഇവിടെ ലോകാരോഗ്യ സംഘടനയാണ്, WHO ആണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ട ജില്ല മലപ്പുറം ജില്ലയാണ്. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി കേരളമാണ്. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദിയാണ് കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഹരിയാന. 374 രൂപയാണ് കൊടുക്കുന്നത്. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എന്ന് പറയുന്നത് 346 കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആര്? കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഗീത IAS ആണ്. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഗീത IAS. കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകമാണ്. കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകം. മിസ് ഇന്ത്യ 2023 നന്ദിനി ഗുപ്ത സ്വദേശി രാജസ്ഥാൻ സ്വദേശിയാണ്. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാനാണ്. അങ്ങനെയെങ്കിൽ സമ്പന്നമായ രാജ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലക്സംബർഗ് ആണ്. ഓക്കെ. നീതി ആയോഗ് ബഹുതല ദരിദ്ര സൂചിക 2023 പ്രകാരം രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ്. നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം 2023 പ്രകാരം രാജ്യത്ത് ദരിദ്രരില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രകാരം 2024 ഇന്ത്യയുടെ സ്ഥാനം 129 ജെൻഡർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129. 2024 പ്രകാരം 23 ഇന്ത്യയുടെ സ്ഥാനം 127. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായി 5ാം വർഷവും ഒന്നാമത് എത്തിയത് IIT മദ്രാസാണ്. പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2022 സരസ്വതി സമ്മാനം നേടിയത് ശിവശങ്കരി. സൂര്യവംശം എന്ന കൃതിക്കാണ് 2022 സരസ്വതി സമ്മാൻ ശിവശങ്കരിക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രേംകുമാറാണ്. ഹിസ്റ്ററി ലിബറേറ്റഡ് ശ്രീ ചിത്തിര സാഗ എന്ന പുസ്തകം ആരുടേതാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിയുടേതാണ്. ഹിസ്റ്ററി ലിബറേറ്റഡ് ശ്രീ ചിത്ര സാഗ എന്ന പുസ്തകം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിയുടേതാണ്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചിയാണ്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കൊച്ചിയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ്.
2023 ബ്രിക്സ് ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയിലാണ്. 2023 ആറാമത് ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി 2023 ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദിയാണ് തമിഴ്നാട്. ഓക്കെ ആണല്ലോ. 2023 ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് തമിഴ്നാട്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി എന്ന് പറയുന്നത് കൊറിയയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം 24 എവിടെയായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു. സൗദി അറേബ്യ. ഓക്കെ. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ലൗലി സർവകലാശാല പഞ്ചാബ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം നെതർലാൻഡ്സിലെ റോട്ടർഡാമാണ് 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത്. ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ ഫുട്ബോൾ താരമാണ് ഐറ്റാന ബോൺമാറ്റി. സ്പെയിൻ ഫുട്ബോളറാണ്, വനിതാ താരമാണ്. ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ഫുട്ബോളർ എന്ന ചോദ്യത്തിനാണ് ഐറ്റാന ബോൺമാറ്റി എന്ന സ്പെയിൻ ഫുട്ബോളർ. ഓക്കെ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യചിഹ്നമേത്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് നീലു. കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനാണ് കേട്ടോ. കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ നീലുവാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ചോദിച്ചാൽ കാരിച്ചാൽ ചുണ്ടലാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലെഗര നേടിയത് 10 മീറ്റർ എയർ റൈഫിളാണ്. സ്വദേശം എന്ന് പറഞ്ഞ രാജസ്ഥാൻ സ്വദേശിയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 വേദി. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 വേദി എന്ന് പറയുന്നത് ചൈനയിലെ ഹാങ്ഷു ആണ്. രാജ്യത്തെ നിലവിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. 2024 എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം. 2024 എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്ത് വരൾച്ചയുണ്ടായി. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് സിംബാബ്വെ. ഓക്കെ. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് തേജ് പേര് നൽകിയിട്ടുള്ളത് ഇന്ത്യയാണ്. ഓക്കെ. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് ബിബർജോയ് ചുഴലിക്കാറ്റ്. ഓക്കെ. ബിബർജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തമാണ്. പേര് നൽകിയത് ബംഗ്ലാദേശാണ്. ഓക്കെ. 2023 മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോക്ക ചുഴലിക്കാറ്റ്. ഓക്കെ. പേര് നൽകിയത് യമനാണ്. ഓക്കെ. യമൻ രാജ്യമാണ് മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടലിലാണ് ഇത് രൂപപ്പെട്ടത്. ഓക്കെ. അടുത്ത ചോദ്യം മോക്ക ചുഴലിക്കാറ്റിൽ നാശം ഉണ്ടായ മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ കരുണ. മോക്ക ചുഴലിക്കാറ്റിൽ നാശമുണ്ടായ മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കുറ്റിക്കാട്ടൂരാണ്, കോഴിക്കോട്. ഓക്കെ. രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ, കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യ വന മ്യൂസിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ്. ഓക്കെ.
രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല. രാജ്യത്തെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല. ഓക്കെ, കേരളത്തിൽ നിന്ന് UGC ആൻഡ് JRF നേടുന്ന ആദ്യ ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ എസ് പ്രഭയാണ്. ശ്യാമ എസ് പ്രഭ. കൊല്ലം ജില്ലയെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 14. കൊല്ലം ജില്ലയെ രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി 2023 ജനുവരി 14. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാലയാകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാലയാണ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാലയാകാൻ പോകുന്നത് കേരള സർവകലാശാലയാണ്. കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല. കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ഇടുക്കി. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക ജന്തുവാണ് പാലപ്പൂവനാമ. അങ്ങനെയെങ്കിൽ ചെടി ഏതാന്ന് ചോദിച്ചാൽ പെരിയപോളത്താളിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ WHO അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദാനം. അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനായ അജയ് ബംഗയാണ്. 2024 G20 ഉച്ചകോടി വേദി. 2024 G20 ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനീറോ. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കമ്പോജ്. ഓക്കെ, UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് രുചിര കമ്പോജ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായ ക്രിക്കറ്റ് താരം. SBIയുടെ ബ്രാൻഡ് അംബാസിഡറായ ക്രിക്കറ്റ് താരമാണ് MS ധോണി. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കൺ ആരാന്ന് ചോദിച്ചാലോ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഓക്കെ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് PT ഉഷ. ഓക്കെ, അറിഞ്ഞിരിക്കണം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളിയാണ് അഭിലാഷ് ടോമി. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാ? ചിലിയാണ്. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ചിലി. ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് അരവിന്ദ് കുമാർ. ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് അരവിന്ദ് കുമാർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജംദാർ. കേരള ഹൈക്കോടതിയുടെ 39ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്ന രാജ്യങ്ങൾ റഷ്യയും ബലാറസുമാണ്. റഷ്യയും 2 രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്, റഷ്യയും ബലാറസും. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത്, അതായത് 2024 പാരീസ് ഒളിമ്പിക്സിലെ വേഗരാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് നോഹ ലൈൽസ് ആണ്. അമേരിക്കൻകാരനാണ്. ഇതിൽ വനിത ചോദിച്ചാൽ ജൂലിയൻ ആൽഫ്രഡ്. ഓക്കെ, ജൂലിയൻ ആൽഫ്രഡ് സെൻറ്റ് ലൂസിയ എന്ന കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലെ സെൻറ്റ് ലൂസിയയിലാണ് ജൂലിയൻ ആൽഫ്രഡ്. ഓക്കെ, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് 7 ഗോൾഡും 9 സിൽവറും 13 ബ്രോൺസും കിട്ടി. ടോട്ടൽ മെഡൽ എന്ന് പറയുന്നത് 29 മെഡലാണ്. ഓക്കെ, 18ാമത് ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MP. 18ാമത് ലോക്സഭയാണ് ഇപ്പോഴുള്ളത്. അതിൽ പ്രായം കുറഞ്ഞ MP എന്ന് പറയുന്നത് പുഷ്പേന്ദ്ര സരോജ ആണ്. 25 വയസ്സാണ്. UPയിലെ കൗസംബി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പ്രായം കൂടിയ MP ആരാന്ന ചോദ്യത്തിന് TR ബാലു ആണ്. 82 വയസ്സാണ്. ശ്രീ പെരുമ്പത്തൂരിൽ നിന്നാണ്. ഓക്കെ,
പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം. കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ്. ജോർദാൻ. ഓക്കെ. കർണാടകയിലെ ഷിരൂർ ദുരന്തം നടന്നത് 2024 ജൂലൈ 16 കർണാടകയിലെ ഷിരൂർ ദുരന്തം നടന്നത് 2024 ജൂലൈ 16. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ഭാക്കർ. ഓക്കെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡിഷ് താരം. ചോദിക്കാം. 2024 പാരീസ് ഒളിമ്പിക്സ് പോൾ വാൾട്ടിൽ റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡിഷ് താരമാണ് അർമാൻ ഡുപ്ലൻറ്റിസ്. 6.25 മീറ്റർ ചാടിയാണ് ഒന്നാം സ്ഥാനം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. തുടർച്ചയായി 2 പാരാലിമ്പിക്സിലും ജാവലിൻ ത്രോയിലെ F64 വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യൻ താരമാണ് സുമിത് ആൻറ്റിൽ. തുടർച്ചയായി 2 പാരാലിമ്പിക്സാണ്. ജാവലിൻ ത്രോയിൽ F64 വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യൻ താരമാണ് സുമിത് ആൻറ്റിൽ. ഈ ജാവലിൻ ത്രോയിൽ F41 വിഭാഗം കൂടിയുണ്ട്. ആ 41 വിഭാഗത്തിൽ നവദീപ് സിംഗ് ആണ്. ഓക്കെ. നവദീപ് സിംഗ് F41 ജാവലിൻ ത്രോ വിഭാഗത്തിൽ നവദീപ് സിംഗും അതുപോലെ തന്നെ F64 വിഭാഗത്തിൽ സുമിത് ആൻറ്റിലുമാണ് ഗോൾഡ് നേടിയിട്ടുള്ളത്. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളായിട്ടാണ് നടന്നത്? 18ാമത് ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളായിട്ടാണ് നടന്നത്? 7 ഘട്ടമായിട്ടാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നടന്നത് എത്രാം ഘട്ടമാണെന്ന് ചോദിച്ചാൽ 2ാം ഘട്ടമാണ്. കേരളത്തിൽ 2ാം ഘട്ടം. ഓക്കെ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗമായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗമായ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ. ഓക്കെ. കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ. 18ാം ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദല്ലാലാണ് സൂററ്റ് മണ്ഡലത്തിൽ നിന്ന്. ഓക്കെ. ലോക്സഭ പ്രോട്ടൈം സ്പീക്കർ ആര്? ലോക്സഭയുടെ ഇപ്പോഴത്തെ പ്രോട്ടൈം സ്പീക്കർ ആര് എന്നത് ഭർതൃഹരി മഹ്താബാണ്. ഓക്കെ. ലോക്സഭയുടെ ഇപ്പോഴത്തെ പ്രോട്ടൈം സ്പീക്കറാണ് ഭർതൃഹരി മഹ്താബ്. ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ ഓം ബിർളയാണ്. ഓക്കെ. ഓം ബിർളയാണ് സ്പീക്കർ. കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ JP നഡ്ഡയാണ്. JP നഡ്ഡ. അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. സുബ്രഹ്മണ്യം ജയശങ്കർ അല്ലെങ്കിൽ S ജയശങ്കർ. ഓക്കെ. അതുപോലെ തന്നെ 2024 യൂറോ കപ്പ് ജേതാക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 യൂറോ കപ്പ് ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ സ്പെയിനാണ്. ഓക്കെ. സ്പെയിൻ. വേദി ജർമ്മനിയാണ്. ഓക്കെ. ജർമ്മനി. 2024 യൂറോ കപ്പ് വേദി ജർമ്മനിയും ജേതാക്കൾ സ്പെയിനുമാണ്. ഓക്കെ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് വിജയ്. കോപ്പ അമേരിക്ക 2024 നേടിയത് അർജൻറ്റീനയാണ്. ഇതോടുകൂടി കോപ്പ അമേരിക്ക ഏറ്റവും കൂടുതൽ നേടുന്ന രാജ്യമായി അർജൻറ്റീന മാറി. 16 തവണ. വേദി അമേരിക്കയാണ്. ഓക്കെ. അമേരിക്കയാണ്. 70ാമത് ദേശീയ പുരസ്കാരം 2022 മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. 70ാമത് ദേശീയ പുരസ്കാരം 2022 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടി. കാന്താരയാണ് സിനിമ. ഓക്കെ. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലനടനായി തിരഞ്ഞെടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലനടനായി തിരഞ്ഞെടുത്ത മലയാളിയാണ് ശ്രീപതിയാൻ മാളികപ്പുറം സിനിമയിലെ ശ്രീപതിയാനാണ് മികച്ച ബാലതാരം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ആട്ടം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രമായിട്ടുള്ളത് ആട്ടം. ആനന്ദ് ഏകർഷിയാണ് അതിൻ്റെ സംവിധായകൻ. ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് കാന്താരയാണ്. കാന്താര. മികച്ച മലയാള ചിത്രം എന്ന് പറയുന്നത് സൗദി വെള്ളക്ക. ഓക്കെ. 2024 ICC T20 ലോകകപ്പിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടി അണിഞ്ഞത്? ഓക്കെ.
ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടി. എത്ര റൺസിനാ? 7 റൺസിന്. ഇമ്പോർട്ടൻ്റ് ആണ്, 7 റൺസിന് പരാജയപ്പെടുത്തി. ഓക്കെ. 2024 ICC T20 വേൾഡ് കപ്പ് ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് വിരാട് കോഹ്ലിയാണ്. ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ബോളറായ ജസ്പ്രീത് ബുംറ. തുടർച്ചയായി 7 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത്. തുടർച്ചയായി 7 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. ഓക്കെ. കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണെങ്കിൽ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? PTA റഹീമായിരുന്നു. കേരള നിയമസഭയിലെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ ആരാ? സ്പീക്കർ ആണെങ്കിൽ AN ഷംസീർ. ഓക്കെ. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി ചോദിക്കാം. 49ാമത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ്. അങ്ങനെയെങ്കിൽ 48ാമത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ വി വേണു. ഓക്കെ. 49ാമത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. 48 ഡോക്ടർ വി വേണു. കേരള യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ M ഷാജറാണ്. കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. കേരളത്തിൻ്റെ പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലോകായുക്ത ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലോകായുക്തയാണ് N അനിൽകുമാർ. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഡോക്ടർ പി സതീദേവിയാണ്. ഓക്കെ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ചോദിക്കാം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ആണ് ശ്രീകുമാർ K നായർ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ CEO ആണ് ശ്രീകുമാർ K നായർ. അങ്ങനെയെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ദിവ്യ എസ് അയ്യർ IAS ആണ്. ഓക്കെ. ദിവ്യ എസ് അയ്യർ ആണ്. 15ാം കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. 15ാം കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് സണ്ണി ജോസഫ്. 15ാം കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് സണ്ണി ജോസഫ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി PSC ചെയർമാനായി നിയമിതനായ മലയാളിയാണ് KC വേണുഗോപാൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി KC വേണുഗോപാൽ. കേരള വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാനായി നിയമിതനായത്. ഓക്കെ. കേരള വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാനായി നിയമിതനായത് MK സക്കീറാണ്. MK സക്കീർ ആയിരുന്നു നമ്മുടെ മുൻ PSC ചെയർമാനായിരുന്നു. ഇപ്പോൾ PSCയുടെ ചെയർമാൻ ആരാണ്? MR ബൈജു. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിൻ്റെ ചീഫ് വിപ്പ് ആര്? കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ് പറയുന്നത് N ജയരാജാണ്. കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ് എന്ന് പറയുന്നത് N ജയരാജാണ്. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്. അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ. IMFൻ്റെ അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റലീന ജോർജീവ. IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ. 2023 സാഹിത്യ നോബൽ സമ്മാന ജേതാവ് യോൻ ഫോസെ ഏത് നാട്ടുകാരനാ? നോർവേക്കാരനാണ്. ഓക്കെ. 2023 സാഹിത്യ നോബൽ സമ്മാന ജേതാവാണ് യോൻ ഫോസെ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന വനിത ക്ലോഡിയ ഗോൾഡീൻ. 2023 സമാധാന നൊബേൽ ജേതാവ് നർഗീസ് മുഹമ്മദി. ഇറാൻകാരനാണ്. ഓക്കെ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണ്. 10ാമത്തെ വ്യക്തിയാണ്. 5ാമത്തെ മലയാളിയാണ്. ഓക്കെ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഓക്കെ.
പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഗഗൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് ആർ ഹട്ടൻ. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ഓക്കെ, 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 ദൗത്യത്തിനായി 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനം, ഇമ്പോർട്ടൻ്റ് ആണ്. ആദിത്യ L1മായി ദൗത്യത്തിനായി 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനമാണ് കെൽട്രോൺ. നോക്കാം. പിന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാ? കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ വൈദ്യുതി മന്ത്രി. കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ AK ശശീന്ദ്രൻ. കേരള പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി അടുത്തിടെ നിയമിതനായതാണ്, മന്ത്രിസഭയിലേക്ക് വന്ന ആളാണ്. കേരള പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രിയാണ് OR കേളു. ഏത് മണ്ഡലമാണ്? മാനന്തവാടി മണ്ഡലമാണ്. ഓക്കെ. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് MP രാജേഷ്. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് GR അനിൽ. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ഓക്കെ. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് MR ഹരിഹരൻ നായർ കമ്മീഷൻ. ഓക്കെ. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. ഡൽഹിയിൽ നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലനാണ് പ്രണവ്. ഓക്കെ. ഡൽഹിയിൽ നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടി കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലനാണ് പ്രണവ്. ഓക്കെ. അതുപോലെ തന്നെ 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഇമാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡൻ്റാണ്. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇമാനുവൽ മാക്രോൺ ആണ്, ഫ്രഞ്ച് പ്രസിഡൻ്റാണ്. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.